ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിഗ്നാസ് വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് എല്ലാവരെയും കൊണ്ടുപോകുന്നത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല ഒരു പാറ, അതിലൂടെ ചേർന്നൊഴുകുന്ന ഒരു അരുവി, ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കൂടി കലർന്ന ഒരു സ്ഥലമായിരുന്നു തൊമ്മൻകുത്ത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ തൊമ്മൻകുത്തുന്ന, പക്ഷേ അതിൻ്റെ മേലോട്ട് അവരുടെ ഗേറ്റും ചെറിയൊരു എൻട്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്ന ടൂറിസ്റ്റിന് ആദ്യം വിചാരിക്കുന്നത് ഈ കാണുന്ന പാറയും വെള്ളച്ചാട്ടമാണ് തൊമ്മൻകുത്ത് എന്നാണ് വിചാരിക്കുന്നത്. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ബാക്കിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണാണ്. അപ്പോൾ ആ പാറയൊക്കെ കിടക്കണം കേട്ടോ, ശരിക്കും ഒരു സ്ലോപ്പായിട്ടാണ് കിടക്കണം. നാട്ടിലാണ് ഈ വ്യൂ എങ്കിൽ നാട്ടിലെ പിള്ളേരൊക്കെ സ്ലൈഡ് ചെയ്ത് അടിച്ച് പൊളിച്ച് സെറ്റാക്കിയതിന് അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് കരുതി നാട്ടിലെ കുട്ടികളൊക്കെ ഇവിടെ സ്ലൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പറന്ന് വരണ്ട. ഇവിടെ അതൊന്നും അലോ ചെയ്യിക്കില്ല. ഇവിടെ കർശന നിയന്ത്രണത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ്. സൈഡൊക്കെ വേലി വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ഒന്നും ഇറക്കില്ല കേട്ടോ, അങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഫസ്റ്റിൽ പറയട്ടെ, ഇവിടെ ഇതിന് മുമ്പ് 25 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗേറ്റ്. അവിടെ മോളിൽ കണ്ടോ 2 കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് വിശാലമായൊരു ഫോറസ്റ്റ്, ഒരു ചെറിയ വഴി. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ഫീസ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അരുവിയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ല വലിയ കുന്നാണ്, കാട് പിടിച്ച കുന്നുമില്ല, ഘോരവനം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു വനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ചെറിയ വഴി, നല്ല ഭംഗി. ഇവിടം വരെ മാത്രം കേട്ടോ കട്ട വിരിച്ചിട്ടുള്ളൂ. ബാക്കി അങ്ങോട്ടേക്കൊക്കെ ഭയങ്കര പാടാണ് നടക്കാനൊക്കെ. റോഡൊക്കെ നിറച്ച് പാറയും, നമുക്ക് വേഗം ഫാസ്റ്റിൽ ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അതുപോലെയാണ് കുന്നും ഇറക്കവും, അതിൻ്റെ കൂടെ പാറയൊക്കെ ഇങ്ങനെ മിക്സായിട്ട് മരങ്ങളുടെ വേരും. അതുകൊണ്ട് നമുക്ക് പയ്യെ തപ്പി പിടിച്ചാൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ അത് ഇവിടെയൊക്കെ വേലി കെട്ടിയിട്ടുണ്ട്, അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴികളിൽ കുറേ വാച്ചർമാരുണ്ട്. അവരുടെ ഗൈഡൻസൊക്കെ നമുക്ക് കൂടെ ഉണ്ടാവും കേട്ടോ. ആക്ച്വലി ഇത് ഒരു 7 കുത്തുകൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. കുത്ത് മീൻസ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കുത്തിലാണ് പോയത്. ബാക്കി 6 കുത്തുകൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കയറാം. പക്ഷേ ലാസ്റ്റിലേക്ക് പോകുന്തോറും 7ാമത്തെ കുത്ത് കാണണമെങ്കിൽ നമുക്ക് ഈ 40 റുപ്പീസിൽ 40 രൂപയിൽ നമുക്ക് പോകാൻ പറ്റില്ല. എക്സ്ട്രാ ഫീസ് എടുത്ത് അവരുടെ വാച്ചർമാരുടെ കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വഴികളൊക്കെ കണ്ടില്ലേ, ഭയങ്കര കഠിനമായ വഴിയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു അരുവി. ഇത് ഇങ്ങനെ ഒഴുകാണ്, ക്രോസ് ആയിട്ട് ആ വഴിക്ക് കുറുകെ ഇങ്ങനെ ഒഴുകാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഒരു ഇല്ലി വെച്ച് കൂട്ടിക്കെട്ടി നല്ല മനോഹരമായൊരു പാലം, തൂക്കുപാലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ അടിയിലൂടെയാണ് കേട്ടോ ആ വെള്ളം ഒഴുകി ആ റിവറിലേക്ക് ചെന്ന് ചേരാണ്. നല്ല മനോഹരമാണ് കേട്ടോ. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് എഫക്റ്റാണ് അതിൻ്റെ അകത്ത്. നല്ല മനോഹരമായ ഫോറസ്റ്റ്, അതിന് റൈറ്റ് സൈഡിലൊരു നല്ല റിവർ. എത്ര മനോഹരമാണെന്നറിയുമോ. പിന്നെ കുറേ മരങ്ങളുണ്ട് കേട്ടോ, വെറൈറ്റീസ് ഓഫ് ട്രീസുകളാണ്. ഇതൊക്കെ കണ്ടോ, ഭയങ്കര ബടാ മരമാണിത്, മുത്തശ്ശൻ മരങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലെ. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാട്ടോ ഏഴിലമ്പാല. പണ്ടത്തെ പ്രേത സിനിമകളിലേക്ക് മുഖ്യ കഥാപാത്രമാണല്ലോ ഏഴിലമ്പാല. നമ്മൾ നീതി കിട്ടാത്ത ആത്മാക്കളെയൊക്കെ കൊണ്ടുവന്ന് തറയ്ക്കുന്ന സ്ഥലം. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ പുറകിൽ കുറേ സയൻറ്റിഫിക്കലി കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതേ മരോട്ടി, ഇതൊക്കെ കണ്ടു ഭയങ്കര ബെടാ മരങ്ങളാണ്, കുറേ വർഷങ്ങൾ പഴക്കം. ഈ മരങ്ങളൊക്കെ വനം വകുപ്പ് പൈതൃക മരമായിട്ട് സംരക്ഷിച്ച് പോരുന്നതാണ്. അങ്ങനെ കുറേ മരങ്ങളുണ്ടാകുന്നു കേട്ടോ. അവിടെ ചെറിയ ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്കകത്ത് ഇതൊക്കെ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നാൽ എത്തൂലായിരുന്നു. അതുപോലെയായിരുന്നു ഓരോ മരങ്ങളും. പിന്നെ മരങ്ങൾ മാത്രമല്ല, കുറേ വലിയ വലിയ പാറക്കെട്ടുകളും കുന്നുകളും ഒക്കെ തന്നെയുണ്ട്. ഇവിടെ കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് പോരാവുന്ന സ്ഥലം കേട്ടോ. പിന്നെ അവർ പറയുന്നിടത്ത് ഇറങ്ങരുത് എന്ന് മാത്രം. നമ്മളെ എപ്പോഴും നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്ന് കരുതി നമുക്ക് വരാം. പിന്നെ ഞാനിങ്ങനെ നടക്കുകയാണ്. പോകുന്ന വഴികളിലൊക്കെ വാച്ചർമാരുണ്ട് കേട്ടോ.
അങ്ങനെ തൊമ്മൻകുത്ത് ഫസ്റ്റ് കുത്തിലെത്തി. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെയൊക്കെ ധൈര്യമായിട്ട് ഫാമിലിക്കൊക്കെ വന്ന് ഇറങ്ങാവുന്ന സ്ഥലമാണ്. കുളിക്കാനൊക്കെ പറ്റും. നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലോട്ട് കുത്തുകളുണ്ട്. അവിടെയൊക്കെ മേലോട്ട് പോകുന്തോറും കുഴികളുണ്ടെന്നാണ് പറയുന്നത്. ആ കുഴികളിൽ പെട്ടിട്ടാണ് ഓരോരുത്തരും മരണപ്പെടുന്നത്. ഇവിടെയൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങാം കേട്ടോ. ഞാനൊക്കെ ഇറങ്ങി, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. പകലൊക്കെ ആന വരും, ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാം. അവർ വന്ന് വെള്ളം കുടിച്ച് ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല, അവരങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആന ഇറങ്ങുന്നത് ഫെബ്രുവരി ടു ഏപ്രിൽ, കൊടും ചൂടിൽ വെള്ളം കുടിക്കാനൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് അന്ന് അതൊന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കാലത്ത് വരുമ്പോഴൊക്കെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ മുന്നിലോട്ടുള്ള ഒരു ഉയർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പോരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയായിട്ട് നമുക്ക് ഇനി പിന്നീട് വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.